ഇനി നമ്മൾ നോക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിൽ, അതായത് നേരിയ മാർജിനിൽ കടന്നുകൂടിയവരുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം, ഏറ്റവും വലിയ ഭൂരിപക്ഷം ആരുടേതാണെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. ഭൂരിപക്ഷം എത്ര വരെ എത്തുമെന്ന് വലിയ ആകാംക്ഷയായിരുന്നു. പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിൽ, നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കുറേ സ്ഥാനാർത്ഥികളുണ്ട്. ആരൊക്കെയാണ് അങ്ങനെ കടന്നുകൂടിയവർ, ഭാഗ്യം കൊണ്ട് ജനത്തിൻ്റെ പിന്തുണ കൊണ്ട് രക്ഷപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആ പേരുകളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. നമുക്ക് നോക്കൂ, ഏറ്റവും ആദ്യം കോഴിക്കോട് നോർത്തിൽ നിന്ന് തുടങ്ങിയാണ് കെ ജയന്ത്. അദ്ദേഹം വിജയിച്ച് കയറിയിട്ടുള്ള വോട്ട് നമുക്ക് 1483 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ ജയന്ത് കോഴിക്കോട് നോർത്തിൽ നിന്നും വിജയിച്ച് കയറിയത്. ഒപ്പം കോങ്ങാട് അടിയുറച്ച CPM മണ്ഡലമാണ്, ഇടതു മണ്ഡലമാണ്. ആദ്യമായിട്ടാണ് അവിടെ ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് KA തുളസി 3706 വോട്ടിനാണ് ജയിച്ചു കയറുന്നത്. അതോടുകൂടി മറ്റൊരു ചരിത്രം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒരു MP-യും ഒരു MLA-യും ഒരേ വീട്ടിലുണ്ട് എന്നത്. അത് പാലക്കാട് ജയിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ കോങ്ങാട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത അവസാന നിമിഷം വരെ അഴീക്കോട് വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിന്നിരുന്നു. ലാസ്റ്റ് മിനിറ്റാണ് അവിടെ നിന്ന് KV സുമേഷ് 349 വോട്ടിന് ജയിച്ചു കയറുന്നത്. അതായത് ഏറ്റവും ചെറിയ ഭൂരിപക്ഷങ്ങളിലൊന്ന് അല്ലേ? അതെ, ഏറ്റവും ചെറിയ ഭൂരിപക്ഷങ്ങളിലൊന്നാണ് 349 വോട്ട്. തൊട്ടിപ്പുറത്ത് നമുക്ക് രമ്യ ഹരിദാസിനെ കാണാം. ചിറയൻ കീഴിലാണ് രമ്യ ഇത്തവണ മത്സരത്തിനായി ഇറങ്ങിയത്. 1422 വോട്ടുകൾ എന്നുള്ള ഒരു ചെറിയ, അതായത് വലിയ തരംഗമൊക്കെ ഉണ്ടാകുമ്പോഴും, വലിയ ഭൂരിപക്ഷം പലർക്കും ഉണ്ടാകുമ്പോഴും രമ്യയെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനുണ്ടായിരുന്നു. 1422 അപ്രതീക്ഷിത വിജയമാണ് പറയാതെ വയ്യ. തീർച്ചയായും ചിറയൻകീഴ് പോലൊരു മണ്ഡലത്തിലേക്ക് പാലക്കാട് നിന്ന് രമ്യ എത്തി മത്സരിക്കുമ്പോൾ, പാലക്കാട് അത് കഴിഞ്ഞ് ചേലക്കരയിൽ മത്സരിച്ചിരുന്നു. അത് കഴിഞ്ഞ് രമ്യ ചിറയൻകീഴിലേക്ക്, തെക്കൻ കേരളത്തിലേക്ക് വന്നൊരു വിജയം കരസ്ഥമാക്കുമ്പോൾ അതിനൊരു തിളക്കം കൂടുതലാണ്. ഇനി വൈക്കത്ത് വാശിയേറിയ പോരാട്ടം. അവിടെ ചില രാഷ്ട്രീയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPI-യിൽ MLA ആയിരുന്ന ഒരാൾ BJP-യിലേക്ക് മാറി മത്സരിക്കുന്നു. അവിടെ എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. വൈക്കത്ത് K ബിനിമോനാണ് വിജയിച്ചു വരുന്നത്. 60 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും വിജയിച്ച് കയറുകയാണ്. ശരി, ഇനി അടുത്ത LDF. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്ന് അത് മണലൂരായിരുന്നു. ഒരുപക്ഷെ TN പ്രതാപൻ ജയിക്കുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം, ഇതാണ് ഇത്തവണത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. 126 വോട്ടുകൾക്കാണ് മണലൂരിൽ C രവീന്ദ്രനാഥ് വിജയിച്ചു കയറിയത്. തൊട്ടിപ്പുറത്ത് നമ്മൾ നേരെ എത്തുമ്പോൾ പത്തനംതിട്ട കോന്നിയിലേക്കാണ്. കോന്നി ഞാൻ പറഞ്ഞതുപോലെ എത്രയോ സമയം, മണിക്കൂറുകളോളം ആവേശകരമായ ഒരു തുലാസിൽ എന്ന പോലെ കൂടിയും കുറഞ്ഞും മാറിയും മറഞ്ഞു ഇരിക്കുന്ന വോട്ട് ഭൂരിപക്ഷമായിരുന്നു. ത്രില്ലടിപ്പിച്ച മത്സരമായിരുന്നു. അവിടെ അതേസമയം കഴക്കൂട്ടത്തൊരു വലിയ മത്സരം നടന്നപ്പോൾ ആളുകളുടെ ശ്രദ്ധ അവിടെ ആയിരുന്നു എന്ന് മാത്രം. പ്രത്യേകിച്ച് അവിടെ ഒരു NDA സീറ്റ് ആയതുകൊണ്ട് NDAക്ക് സീറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി KU ജനീഷ് കുമാർ മത്സരിച്ച് ജയിക്കുന്നതും 138 വോട്ടുകൾക്കാണ് KU ജനീഷ് കുമാർ വിജയിച്ചു ചേർന്നത്. ഇനി ഇതാ മന്ത്രിമണ്ഡലം കൊട്ടാരക്കരയിൽ മറ്റൊരു വിസ്മയമായിരുന്നു ഐഷ പോറ്റി. 1012 വോട്ടുകൾക്കാണ് KN ബാലഗോപാലിന് കൊട്ടാരക്കരയിൽ നിന്ന് വിജയിച്ചു ചേരാവുന്നത്. അതായത് മന്ത്രിയാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം നോക്കണം 1012. ശരി, അടുത്തത് കഴക്കൂട്ടം. ഇന്നത്തെ ത്രില്ലർ സസ്പെൻസ് മണ്ഡലങ്ങളിലൊന്ന് ഉറപ്പായും കഴക്കൂട്ടമായിരുന്നു. കഴക്കൂട്ടത്ത് അവസാനം NDAയുടെ സീറ്റ് 2 താമരയാണോ 3 താമരയാണോ എന്ന സംശയം ഒരുപാട് സമയം നിലനിന്നു. ഏറ്റവും ഒടുവിലാണ് വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ V മുരളീധരൻ 428 വോട്ടിന് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിക്കുന്നത്. മറ്റൊരു താമര, മൂന്നാമത്തെ താമര കഴക്കൂട്ടത്ത് വിജയിച്ചു മുരളീധരൻ. ഇനി നമ്മൾ നോക്കുമ്പോൾ കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പ് 1286 വോട്ടുകൾക്ക് PK പ്രവീൺ. കണ്ണൂരിലെ പല കോട്ടകളും തകർന്നു വീഴുമ്പോൾ RJD-യിൽ നിന്നാണ് PK പ്രവീൺ മത്സരിച്ചത്. കൂത്തുപറമ്പിൽ പരാജയം ഉണ്ടാവുമോ എന്നുള്ള ഒരു തരത്തിലേക്കൊക്കെ പോയെങ്കിൽ പോലും അദ്ദേഹം അങ്ങനെ തോൽവിയായില്ല. 1200 പരം വോട്ടുകൾക്ക് അവിടെ നിന്നും അദ്ദേഹം വിജയിച്ചു കയറി. ഇതാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്കത് മണലൂരിലെ ഭൂരിപക്ഷം അല്ലെ, 126 വോട്ട്. ഒരുപക്ഷെ TN പ്രതാപന്റെ വേദന വളരെ 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 വലുതാണ്.